നമസ്കാരം. സമൂഹ മാധ്യമങ്ങൾ ഇന്ന് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൽ നിരവധി ചതിക്കുഴികളുമുണ്ട്. ഇവ തിരിച്ചറിയുക എന്നുള്ളത് പ്രായവും പക്വതയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ കൗമാരക്കാരായ എത്രയോ കുട്ടികൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കുഴികളിൽ ചെന്നപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം നല്ല കാര്യത്തിനൊപ്പം തന്നെ മോശം കാര്യത്തിന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഏതായാലും ഓസ്ട്രേലിയ പോലുള്ള ഒരു വികസിത രാജ്യം ഇതിനൊരു വിലക്കിടാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് 16 വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനാണ് അവരുടെ തീരുമാനം. ഇത് എല്ലാ സമൂഹ മാധ്യമങ്ങളെയും ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരണം എന്നാണ് സർക്കാർ ഈ സമൂഹ മാധ്യമ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്വിറ്ററും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും ഇത് നിർബന്ധമായും അനുസരിച്ചിരിക്കണം എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. അനുസരിച്ചില്ലെങ്കിൽ $49.5 മില്യൺ നഷ്ടപരിഹാരം ഈ സ്ഥാപനങ്ങൾ നൽകേണ്ടി വരും എന്നാണ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പല പാശ്ചാത്യ മാധ്യമങ്ങളും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. പല കുട്ടികളും ഇതിനോടകം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മുഖം ആധാരമാക്കിക്കൊണ്ട് ഇവർക്ക് 16 വയസ്സിന് താഴെയാണോ പ്രായം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളാണ് സാങ്കേതികമായി തന്നെ അവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ പല കുട്ടികളും നേരത്തെ തന്നെ തങ്ങൾക്ക് 16 വയസ്സ് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പ് വിദ്യകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലരുടെയും രക്ഷകർത്താക്കൾ പോലും ഇക്കാര്യത്തിന് അവരെ സഹായിച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. ചില രക്ഷകർത്താക്കൾ അറിയിച്ചത് ഞങ്ങളുടെ മക്കൾ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് അടിമയായി പോയിരിക്കുന്ന വ്യക്തികളാണ്, അവർക്ക് ഇത് ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അവർ വേറെ തലത്തിലേക്ക് വരികയും അവരുടെ മാനസികാവസ്ഥ പോലും തകരാറിലാവുന്ന സ്ഥിതി എത്തുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് ചില പ്രായം കൂട്ടിക്കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകളൊക്കെ നടത്തുന്നതിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ 16 വയസ്സിന് താഴെയുള്ള ഒരുപാട് പേർ ഈ പ്ലാറ്റ്ഫോമുകൾ അവസാനിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ സ്വന്തം മൊബൈൽ നമ്പർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അതായത് ഇനി അഥവാ വിലക്ക് നിലവിൽ വന്നാൽ പോലും ടെലിഫോണിലൂടെ തങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാമെന്നും തങ്ങളുടെ സൗഹൃദം തുടരാമെന്നുമൊക്കെയാണ് ഇവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഒരു പക്ഷേ നേരത്തെ ഇവരെ ചൂഷണം ചെയ്യാനായി എത്തിയിരുന്ന ഛിദ്രശക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വീണ്ടും ഇവരെ ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കർശനമായി തന്നെ നടപ്പിലാക്കണം എന്ന് ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഓസ്ട്രേലിയയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മദ്യം വാങ്ങാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നതുപോലെ തന്നെ ഇക്കാര്യത്തിലും തങ്ങൾ കർശനമായ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തങ്ങൾ ഇതുമായി സഹകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം സമൂഹ മാധ്യമമായ എക്സ് ഇക്കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അവരേതായാലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സർക്കാരിനെ അറിയിക്കാൻ നിർബന്ധിതരാണ്. അതല്ലെങ്കിൽ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിഴ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. ഓസ്ട്രേലിയയിൽ എക്സിൻ്റെ എതിരാളികളായ ബ്ലൂ സ്കൈ താരതമ്യേന അവർക്ക് ഉപഭോക്താക്കളുടെ എണ്ണം തീരെ കുറവാണ്, ഒരു 50,000 താഴെയോ മറ്റേ ഉള്ളൂ. എന്നിട്ട് പോലും അവർ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അല്ലെങ്കിൽ പാലിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ എക്സ് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാത്ത സാഹചര്യത്തിലാണോ ബ്ലൂ സ്കൈ നേരത്തെ തന്നെ ഇത്തരത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചത് എന്നും സ്വാഭാവികമായ സംശയം വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു രക്ഷിതാവും പാശ്ചാത്യ മാധ്യമത്തോട് പറഞ്ഞത് തൻ്റെ കുട്ടികൾ നിയമം ലംഘിക്കാൻ ഇതോടുകൂടി പഠിച്ചിരിക്കുന്നു എന്നാണ്. അതായത് തങ്ങളുടെ പ്രായം സംബന്ധിച്ച തട്ടിപ്പ് നടത്തുന്നതിനുള്ള ചില പ്രായോഗിക ഏർപ്പാടുകൾ ഇതിനോടകം തന്നെ അവർ ചെയ്തു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഒരു സർക്കാർ തീരുമാനം കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിയമം ലംഘിക്കാനും അത് സാധിച്ചെടുക്കാൻ കുറുക്കുവഴികൾ തേടാനും ഒക്കെ തന്നെ സഹായകരമായി മാറി എന്നാണ് ഈ രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ഒരു രക്ഷിതാവ് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. തൻ്റെ മകൾ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് വല്ലാതെ അടിമപ്പെട്ട ഒരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധി മറികടക്കാനുള്ള ചില സൂത്രവിദ്യകൾ താൻ തന്നെ തൻ്റെ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കുട്ടികളുടെ മാനസികാവസ്ഥ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അവരുടെ ആഘാതം കൂടി കുറയ്ക്കാനുള്ള ശ്രമത്തിലായിരിക്കാം ഇത്തരം തട്ടിപ്പ് വിദ്യകൾക്ക് കൂട്ടുനിൽക്കുന്നു, അവരെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ തന്നെ. പക്ഷേ അതെല്ലാം ആത്യന്തികമായി തങ്ങളുടെ കുട്ടികൾക്ക് ദോഷമേ വരുത്തൂ എന്നുള്ള കാര്യം ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബേനിസ് പറയുന്നത്
ഇത് 100% ഉടൻ തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തങ്ങൾക്കും വലിയ വിശ്വാസമൊന്നുമില്ല എന്നാണ്. എന്നാൽ കാലക്രമത്തിൽ ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ഇതിൽ തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അവർക്ക് അതിന് ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ള കാര്യവും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. പല രക്ഷിതാക്കളും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ പല കുട്ടികളെയും അവരുടെ പ്രായം തെറ്റിച്ച് കാണിക്കാനുള്ള സൂത്രവിദ്യകൾ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായ സർവേകൾ നടത്തിയിരുന്നു. ഈ 16 വയസ്സ് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളെ വിലക്കണോ എന്നുള്ള കാര്യത്തിൽ. ഇതിൽ രസകരമായ കാര്യം, ഈ സർവേയിൽ പങ്കെടുത്ത 2% പേരും വിലക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി ഈ പ്രായം കുറഞ്ഞ കുട്ടികൾക്കിടയിൽ മാറും എന്നുള്ള ഒരു അറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിരോധനത്തിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. അതേസമയം മലേഷ്യ, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു പാത പിന്തുടരുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ ഇത് വിജയകരമായി നടപ്പാക്കുകയാണെങ്കിൽ എത്രയും വേഗം ഈ രാജ്യങ്ങളിലും ഈ ഒരു നിയമം കൊണ്ടുവരുമെന്നും 16 വയസ്സ് താഴെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കാൻ അവരും കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വക്താവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഇതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് തങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരുപക്ഷെ അവിടെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു രീതി നടപ്പിലാക്കുകയും 16 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഏതായാലും സമൂഹ മാധ്യമങ്ങളുടെ ഗുണവും അതിൻ്റെ ദോഷവും വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു വലിയ വികസിത രാജ്യം ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്.